നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ ലഹരിക്കെതിരെ ഇടുക്കി ജില്ലാ പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിൽ ഉടനീളം യുവതിയുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ത്രിദിന മോട്ടോർ സൈക്കിൾ റാലിയുടെ സമാപന സമ്മേളനം ചെറുതോണിയിൽ വെച്ച് നടക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ നമുക്ക് ഇതുവഴി കടന്നു വരികയാണ്. ജില്ലയുടെ ഗ്രാമാന്തരങ്ങൾ സഞ്ചരിച്ചു പിന്നിട്ട വഴിത്താരകളിൽ കാത്തുനിന്ന ജനസഹസ്രങ്ങൾ നൽകിയ സ്നേഹപരമായ ഊഷ്മളമായ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇടുക്കി ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ലഹരി വിരുദ്ധ മോട്ടോർ സൈക്കിൾ റാലി ഇതുവഴി കടന്നു വരികയാണ്. ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി. ലഹരി ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യും യോദ്ധാവാണ്. ചുറ്റുപാടുകളിൽ നടക്കുന്ന ലഹരി വസ്തുക്കളുടെ കച്ചവടങ്ങളോ ഉപയോഗമോ ശ്രദ്ധയിൽപ്പെട്ടാൽ കേരള പോലീസിന്റെ 9996666 എന്ന യോദ്ധാവ് വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കും. സർവനാശത്തിനും ബാധ്യതയ്ക്കും മദ്യാസക്തി ലഹരി ഉപയോഗത്തിൽ സമൂഹത്തെ ബോധിപ്പിക്കാൻ മാനവ മനസ്സാക്ഷി ഉണരേണ്ട കാലം നിങ്ങളുടെ മാസ്റ്റർ കൂടെ കൊണ്ടോ അല്ലാതെ ടൈം കീപ്പറൊക്കെ കേൾക്കല്ലേ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജാതിയുടെ
യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വമ്പിച്ച ബഹുജന പങ്കാളിത്തത്തോടെ വൻ വിജയം കൈവരിച്ച ത്രിദിന മോട്ടോർ സൈക്കിൾ റാലി അതിന്റെ സമാപന സമ്മേളന സ്ഥലമായ ചെറുതോണിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സൈക്കിൾ റാലിയുടെ സമാപന സമ്മേളനം ഇപ്പോൾ ആരംഭിക്കുകയാണ്. നവംബർ 10-ാം തീയതി തിങ്കളാഴ്ച തൊടുപുഴയിൽ ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ശ്രീ സാബു മാത്യു KM IPS അവർ ഫ്ലാഗ് ഓഫ് ചെയ്ത് തൊടുപുഴ, കാളിയാർ, കഞ്ഞിക്കുഴി, അടിമാലി, മൂന്നാർ, രാജാക്കാട്, ഉടുമ്പൻചോല, നെടുങ്കണ്ടം, പുളിയന്മല, കുമളി, വണ്ടിപ്പെരിയാർ, പീരുമേട്, ഏലപ്പാറ, വാഗമൺ, ഉപ്പുതറ, കട്ടപ്പന, തങ്കമണി, ചെറുതോണി എന്നിവിടങ്ങളിലെ യുവതി യുവാക്കളുടെയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെയും ബഹുജനങ്ങളുടെയും ഊഷ്മളമായ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങിയാണ് നമ്മുടെ ഇടുക്കി ജില്ലാ പോലീസിന്റെ അഭിമാനം വാനോളമുയർത്തിയ നമ്മുടെ കരുത്തരായ സേനാംഗങ്ങൾ ലഹരി വിരുദ്ധ സന്ദേശ റാലിയുടെ സമാപന സമ്മേളന വേദിയായ ചെറുതോണിയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അഡീഷണൽ സൂപ്പർ പോലീസ് ഈ മീറ്റിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ നമ്മുടെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി, നമ്മളുടെ ബഹുമാന്യനായ സബ് കളക്ടർ, അതുപോലെ വേദിയിലും സദസ്സിലുമായിട്ടുള്ള ബഹുമാന്യനായ പ്രിയപ്പെട്ട നമ്മളുടെ സഹപ്രവർത്തകർ, അതുപോലെ ബഹുമാന്യനായ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട HPC കുട്ടികൾ, വിവിധ സ്കൂളുകളെയും കോളേജുകളെയും പ്രതിനിധിച്ച് വന്ന വിദ്യാർത്ഥികൾ, നമ്മുടെ പരിപാടി ഉദ്ദേശിച്ചാലും അല്പം താമസിച്ചാണ് നടക്കുന്നത്. അതിനാൽ നേരിട്ട് കടമയിലേക്ക് കടക്കുകയാണ്. ഈ മീറ്റിംഗ് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ അഡീഷണൽ ജില്ലാ പോലീസ് മേധാവിയെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയാണ് ശ്രീ സാബു മാത്യു KM IPS അവറുകളാണ്. ബഹുമാനായ ജില്ലാ പോലീസ് മേധാവി ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഈ മീറ്റിംഗിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ സബ് കളക്ടറുണ്ട്. അപ്പം ശ്രീ അനൂപ് ഗാർഗ IAS ബഹുമാന്യനായ സബ് കളക്ടർ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ നമ്മളുടെ ഇടുക്കി MCHൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാന്യനായ ടോമി മാപ്പിളക്കായൽ സാറിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആയിട്ട് ഈ 3 ദിവസം ഇതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട നമ്മളുടെ സനൽകുമാർ സബ് ഇൻസ്പെക്ടറെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങുന്നതിനും നമ്മളുടെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനുമായി സംസ്ഥാന സ്കൂൾ മീറ്റിൽ 100 മീറ്റർ റെക്കോർഡോടുകൂടി സ്വർണം നേടിയ കുമാരി ദേവപ്രിയ ഷൈബു എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ദേവപ്രിയ ഷൈബുവിനെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ MC DYSP മാത്യു ജോറി സാറിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ കട്ടപ്പന DYSP, അതുപോലെ DCP DYSP, പീരുമേട് DYSP, ബഹുമാനപ്പെട്ട സ്കൂളിലെ പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, അനധ്യാപകർ, ബഹുമാനപ്പെട്ട നമ്മളുടെ MBD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥർ എല്ലാവരെയും, അതുപോലെ തന്നെ ഈ വിവിധ സ്കൂളുകളെ പ്രതിനിധിച്ചു വന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ കുട്ടികളെയും, അവരുടെ അധ്യാപകരെയും അനധ്യാപകരെയും, പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ശ്രീ സാബു മാത്യു KM IPS അവരുടെ കർശന മേൽനോട്ടത്തിന് കീഴിൽ ജില്ലയിലെ മയക്കുമരുന്ന് കുറ്റവാളികൾക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്ത് നിരവധി ആളുകളെ ജയിലിലടക്കുകയും ആവർത്തന കുറ്റവാളികളെ കാപ്പ നിയമപ്രകാരം സെൻട്രൽ ജയിലിൽ അടക്കുകയും
കർശന നിലപാടുകൾ സ്വീകരിക്കുന്ന ആദരണീയനായ ജില്ലാ പോലീസ് മേധാവി ശ്രീ സാബു മാത്യു KM IPS അവരുടെ ഈ വേദിയിലിരിക്കുന്ന ഇത്രയുമാരാധനായ നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷൻ അഡീഷണൽ SP ഇമാനുവൽ പോൾ, ഈ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്നതിനായി ഇവിടെ ഇരിക്കുന്ന ഇടുക്കി സബ് കളക്ടർ ശ്രീ അനൂപ് ഗാർഗ് DS, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട SPC കേഡറ്റ്സ്, മറ്റ് സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ വലിയ പ്രസംഗത്തിന് മുതിരുന്നില്ല. 2 ദിവസം മുമ്പ് നമ്മൾ തൊടുവിൽ നിന്ന് ആരംഭിച്ച ആ ഒരു സംരംഭം ബൈക്ക് റാലി ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്നിവിടെ സമാപനം കുറിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ റാലിയാണ് നമ്മൾ നടന്നത്. അത് 100% അത് വിജയം നേടി എന്ന് മനസ്സിലായപ്പോൾ, അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ DCRB DYSP ബിജുവിനെയാണ്. ബിജു കഴിഞ്ഞ 3 ദിവസം ഇതിൻ്റെ കൂടെയായിരുന്നു. കൂടെ ഈ പങ്കെടുത്ത റൈഡേഴ്സ് 60ഓളം പേര്, നമ്മുടെ ആരെ പേരെടുത്ത് പറയാൻ പറ്റില്ല, റസാഖുണ്ട്, സനലുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങളെല്ലാവരും, എനിക്ക് ആരെയും പേരെടുത്ത് പറയാൻ പറ്റില്ല, എല്ലാവരും തന്നെ 100% ആത്മാർത്ഥത്തോടെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ഇറങ്ങിത്തിരിച്ചത് അത് അർത്ഥവത്താക്കുന്ന നിലയിൽ ഓരോ ഭാഗത്തും ചെന്ന് ഇടുക്കി ജില്ല ഓരോ ഭാഗത്തും ചെന്ന് ബോധവൽക്കരണത്തിനെതിരെയുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. നമുക്കറിയാം, മയക്കുമരുന്ന് എന്നൊരു കരാള വിപത്ത് ഈ സമൂഹത്തിൽ ഗ്രസിച്ചിട്ടുണ്ട്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ദ്വിമുഖ തന്ത്രത്തിൻ്റെ ഭാഗമായി ഒന്ന് ഡിറ്റക്ഷൻ, പ്രിവെൻഷൻ. നമ്മൾ കഴിയുന്നത്ര കേസിൽ രജിസ്റ്റർ ചെയ്യുന്നു, അത് കൊണ്ടുവരുന്നവരെ അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു, ജയിലിലാക്കുന്നു, എല്ലാം ചെയ്യുന്നു. ബോധവൽക്കരണമാണ് 2ാമത്തെ സ്റ്റെപ്പ്. ആ ബോധവൽക്കരണത്തിൽ കൂടെ മാത്രമേ ഈ ഒരു മെനസ് ഇറാഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 3ാമത്തെയാണ് ഡി അഡിക്ഷൻ സെൻ്ററിലെ കൊണ്ട് ഏൽപ്പിക്കുക എന്നുള്ളത്, അഫക്റ്റഡ് പാർട്ടി. ഇതിനെല്ലാവിധ സഹായവും വേണം. ഞാനിവിടെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നുന്നത്, ഈ കുട്ടികൾ, കോളേജ് സ്കൂൾ സ്റ്റുഡൻസ് ഇവിടെ നിൽക്കുമ്പോൾ ഇവരാണ് ഏറ്റവും നല്ല സന്ദേശവാഹകർ. നമുക്കറിയാം, സമൂഹത്തെ തിരുത്തിക്കൊണ്ട് വരേണ്ടവർ ഇവരുടെ ഒരു കടമയാണ്. ഇവരിൽ കൂടി മാത്രമേ സമൂഹത്തിൽ ബോധവൽക്കരണം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ശ്രീ അനൂപ് ഗാർഗ് അവർക്ക് അത്യാവശ്യമായിട്ട് 5 മണിക്ക് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖ്യ ലഹരി വിരുദ്ധ സന്ദേശം കേൾക്കാൻ നിങ്ങൾ താല്പര്യപ്പെട്ടിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനമായി നടത്തിയായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇടുക്കി ജില്ലയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർക്കശ നിലപാടുകൾ സ്വീകരിക്കുന്ന പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി എല്ലാവിധ സഹായ സഹകരണങ്ങളും നിർലോഭം നൽകി വരുന്ന സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കൂടിയായ ബഹുമാനപ്പെട്ട ഇടുക്കി സബ് കളക്ടർ ശ്രീ അനൂപ് ഗാർഗ് IAS അവരുടെ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്നതിനായി ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ഇടുക്കി ശ്രീ സാബു മാത്യു സർ, ASP Emmanuel Paul, Principal Medical College Shri Tommy, all the other DYSPs, SHOs, the entire police fraternity of Idiki, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, each and everybody present here, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളെ കാണുമ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സ്, കോളേജ് ഡേയ്സ് ഓർമ്മിക്കുന്നു. ആൻഡ് ഐ സ്റ്റഡിഡ് ഇൻ എ ബോർഡിംഗ് സ്കൂൾ ഇൻ ബാംഗ്ലൂർ. ആൻഡ് ഇത് കേരളത്തിലത്തെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണ്. കേരളത്തിലായതിൽ വളരെ സന്തോഷമുണ്ട്. And we have gathered here for a very, very noble cause, that is say no to drugs. I think continue Aicha, I was reading a newspaper and I also had a word with Kochi, Ernakulam Rural SP Himlata Madam, and she was telling me about how Udayam is doing really good there. And I'm extremely happy to see that in something like this we are implementing it in Idiki. In Moona Divasam we had a bike rally starting from Thudukuda to across the district. And ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രധാനമായ വിഷയമാണ്. Because we see that drug is like a slow poison. It is not only impacting an individual. If one person in a family is using drugs, the entire family is impacted. Not only that family, slowly society will be impacted. And I think most of you will be knowing that this money that is generated from drugs is used for a lot of anti-social activities. And Kerala police does not need an introduction. I think across the country, Kerala police is well reputed for one of the most active police fraternity.
And so again, I would like to take this opportunity to thank our respected district police chief for taking such an initiative and making sure that a place like Idiki, which is very, very, very beautiful, lot of other issues, lot of other things like tea estates, dams, etc. are there. So historically we were infamous for drugs, but I think slowly we are overcoming that and now are bringing in a new reputation for Idiki and its people. So thank you so much, sir, and all the best to the entire fraternity. Let's all together make sure that we have a better and safe place to live. Thank you so much. എല്ലാവർക്കും നന്ദി. മീറ്റിൽ 100 മീറ്റർ വിഭാഗത്തിൽ കഴിഞ്ഞ 37 വർഷക്കാലം നിലനിന്ന മീറ്റ് റെക്കോർഡ് 12.70 എന്ന സെക്കൻഡ് എന്ന സമയം 12.69 സെക്കൻഡായി തിരുത്തി സ്വന്തം പേരിൽ ചാർത്തിയ CHS കാൽവരി ഒന്നിനെ ചുടക്കൊട്ടി നമ്മുടെ ഇടുക്കി ജില്ലയുടെ അഭിമാനം കുമാരി ദേവപ്രിയ ഷൈബുവിന് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ സാബു മാത്യു KM അവർ സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി കുമാരി ദേവപ്രിയ ഷൈബുവിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും ഒരു നല്ല കൈയടി കൊടുത്ത്. ഇടുക്കി ജില്ലയുടെ അഭിമാനമാണ്. കുമാരി ദേവപ്രിയയെ മൊമെന്റോ നൽകി ഇടുക്കി ജില്ലാ പോലീസിന്റെ സേനാംഗങ്ങൾ സ്നേഹപുരസ്സരം ആദരിക്കുകയാണ്. ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘം സ്പോൺസർ ചെയ്യുന്ന ഈ മെഡലുകൾ വിതരണം ചെയ്യുന്നതിനും പൊന്നാടി അണിയിക്കുന്നതിനുമായി ആദരണീയനായ ജില്ലാ പോലീസ് മേധാവി ശ്രീ സാബു മാത്യു KM IPS അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഈ ത്രിദിന റാലിയുടെ ജില്ലാ കോർഡിനേറ്റർ ശ്രീ KR പിച്ചു DYSP DCRP. ജാഥ ക്യാപ്റ്റൻ ശ്രീ സനൽ കുമാർ H, സെക്രട്ടറി KPOA, പ്രസിഡന്റ് പോലീസ് സൊസൈറ്റി. അടുത്തതായി ഈ മോട്ടോർ സൈക്കിൾ റാലിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ സേനാംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. ഈ റാലിയിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ കരുത്തരായ എല്ലാ സേനാംഗങ്ങളും നിരനിരയായി വന്ന് ഈ സർട്ടിഫിക്കറ്റുകൾ ജില്ലാ പോലീസ് മേധാവിയുടെ കയ്യിൽ നിന്നും അഭിമാന പുരസ്സരം ഏറ്റുവാങ്ങണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് എല്ലാവർക്കും ഒരു നിറഞ്ഞ കൈയടി കൊടുക്കൂ. നമ്മുടെ സേനാംഗങ്ങൾക്ക് മെഡലുകൾ നൽകുന്നതായി ബഹുമാനപ്പെട്ട ഇടുക്കി സബ് കളക്ടർ ശ്രീ അനൂപ് ഗാർ IAS അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അവിടെ വരുമ്പോൾ
റാലിയിൽ നമ്മളുടെ കൂടെ ആദ്യ അവസാനം സഹകരിച്ച മൗണ്ടൻ റൈഡ്സ് കട്ടപ്പനയുടെ കരുതരായ ചുണക്കുട്ടികൾക്കും നമ്മൾ ഈ വേദിയിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകുകയാണ്. അവരെയും സ്നേഹപുരുഷനും ഈ സമാപന സമ്മേളന വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഫോട്ടോയ്ക്ക് നിൽക്കണ്ട, നിങ്ങൾ ഫോട്ടോയ്ക്ക് നിൽക്കണ്ട, ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. തരും, അയച്ചു തരും. റൈഡേഴ്സാണ് കട്ടപ്പന. ഈ ത്രിദിന റാലിയിൽ പങ്കെടുത്ത എല്ലാ സേനാംഗങ്ങൾക്കുമുള്ള മെഡലുകളും ട്രോഫികളും നൽകുന്നത് ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘം സ്പോൺസർ ചെയ്യുകയാണ്. ഈ സമ്മാന വിതരണത്തിന് ശേഷം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വാഴത്തോട് അവതരിപ്പിക്കുന്ന ഒരു ഫ്ലാഷ് മോബ് ഉണ്ടായിരിക്കുന്നതാണ്. കുട്ടികൾ ശ്രദ്ധിക്കുക. ഈ സമ്മാന വിതരണത്തിന് ശേഷം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വാഴത്തോപ്പ് അവതരിപ്പിക്കുന്ന ഒരു ഫ്ലാഷ് മോബ് ഉണ്ടായിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ആശയം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഈ ജില്ലയിലുടനീളം ബൈക്കിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്ന ഇടുക്കി ജില്ലാ പോലീസിലെ ചുണക്കുട്ടികളാണ് ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘം സ്പോൺസർ ചെയ്യുന്ന ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ഈ ബൈക്ക് റാലിയിൽ പങ്കെടുത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ പരിപാടി സംഘടിപ്പിച്ച മുഴുവൻ ആളുകളെയും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും കേരള പോലീസ് അസോസിയേഷന്റെയും ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെയും പേരിൽ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിനോടുള്ള പ്രവർത്തനമാണ് ഈ പരിപാടി ഇത്ര വിജയമാക്കി തീർക്കാൻ സാധിച്ചത്. നമ്മുടെ ഈ ലഹരി വിരുദ്ധ സന്ദേശം ഇടുക്കി ജില്ലയിലെ പൊതുസമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. ഈ ബൈക്ക് റാലിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ പരിപാടി സംഘടിപ്പിച്ച മുഴുവൻ ആളുകൾക്കും ജില്ലാ പോലീസ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയ ജില്ലാ പോലീസ് മേധാവിക്കും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട DCRB DYSP KR ബിജു സാറിനും ജില്ലയിലെ മുഴുവൻ DYSPമാർക്കും ഈ പരിപാടി ഇത്ര മനോഹരമാക്കി തീർത്ത IP-മാർക്കും ഊഷ്മളമായി അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഈ പരിപാടി തദ്ദേശീയമായി സംഘടിപ്പിച്ച ആളുകളുണ്ട്. ആ തദ്ദേശീയമായി വിജയിപ്പിച്ച മുഴുവൻ ആളുകളെയും DCRBയിൽ നിന്ന് വിജയകുമാർ സാർ, ഗ്രേസൻ സാർ സഹിതം എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും DCRBയിലെ മുഴുവൻ ആളുകളും മെഡലേറ്റ് വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തദ്ദേശീയമായി ഈ പരിപാടി സംഘടിപ്പിച്ച് വിജയിപ്പിക്കാൻ മുന്നിൽ നിന്ന സ്പെഷ്യൽ മന്ത്രിയിലെ ബിനോ സാറ്,
ഈ പരിപാടിക്ക് ഇത്ര വിജയകരമാക്കി തീർക്കുവാൻ മുൻകൈ എടുത്ത മുഴുവൻ ആളുകളും ഈ ഉപഹാരം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബിനോ സാർ സാബു സാറിനെ ക്ഷണിക്കുന്നു, അനസ് സാറിനെ ക്ഷണിക്കുന്നു. SPCയിലെ സുരേഷ് ബാബു സാറുണ്ടോ ഇവിടെ? ഇല്ല. ഇടുക്കി DYSP രാജൻ കെ രമൺ സാറിനെ ക്ഷണിക്കുന്നു. കട്ടപ്പന DYSP നിഷാദ് മോഹൻ സാറിനെ ക്ഷണിക്കുന്നു. കട്ടപ്പന DYSP നിഷാദ് മോഹൻ സാർ, തിരുമല DYSP വിശാൽ ജോൺ സാർ, അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി ഇമ്മാനുവൽ പോൾ സാർ, തങ്കമണി IP എബി സാർ, കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി അനീഷ്, DYSP മാത്യു ജോർജ് സാർ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP യൂനസ് സാർ. പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. റൈഡേഴ്സിനാണ് ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ബൈക്ക് റാലിയിൽ ഇത്ര ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തിയ 3 ദിവസം ബൈക്ക് റാലിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അനുയോജ്യമായ 2 ദിവസം റെസ്റ്റ് അനുവദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നു. ബാക്കിയുള്ളവർക്ക് 1 ദിവസം റെസ്റ്റ് അതാത് സ്റ്റേഷൻ IP-മാരുമായി പറഞ്ഞ് അനുയോജ്യമായ ദിവസങ്ങളിൽ അനുവദിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു കയ്യടി കൊടുക്കാം. അല്ലേ? ഈ ബൈക്ക് റാലിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും GSC നൽകുന്ന കാര്യം പരിഗണിക്കുന്നതാണെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പ്രതിജ്ഞ ചൊല്ലുന്ന സമയത്ത് എല്ലാവരും തോളോട് തോൾ ചേർന്ന് വലതു കൈ ഉയർത്തി ഈ പ്രതിജ്ഞ ഏറ്റു ചൊല്ലേണ്ടതാണ്. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഡയസിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ, അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ജില്ലാ പോലീസ് മേധാവി, സബ് കളക്ടർ വന്നിരുന്നതാണ്. അത് നമ്മുടെ പോലീസ് അധികാരികളെ, കുട്ടികളെ, സ്നേഹിതരെ, ആദ്യമായി തന്നെ ഇതുപോലൊരു മദ്യമയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത നമ്മുടെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സാബു സാറിനെ
അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ സേന അല്ലായിരുന്നു ഇതുപോലെ ഒരു പ്രോഗ്രാം തുടങ്ങേണ്ടിയിരുന്നത്. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്നും അവർക്ക് പോസിറ്റീവായിട്ടുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് നൽകി അവരെ പ്രാപ്തരാക്കി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ ഈ സമൂഹം ചെയ്യുന്നത് എന്താണ്? ഒരു സാംസ്കാരിക രംഗം എടുക്കുകയാണെങ്കിൽ ആദരണീയരായ വ്യക്തികൾ പറയുന്നത് തന്നെ എന്താണ്? ചോദിക്കുന്ന ചോദ്യം തന്നെയാണെങ്കിൽ വൈകിട്ട് എന്താ പരിപാടി? അങ്ങനെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഈ കുഞ്ഞു കുട്ടികളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുമ്പോൾ അവർക്ക് അതിനോടുള്ള ഒരു താല്പര്യം കൂടി വരികയാണ് ചെയ്യുന്നത്. അതേസമയം അതുപോലെ തന്നെ പ്രശസ്തരായ വ്യക്തികൾ ചെയ്യുന്നത് പോലെ ജോലി ചെയ്ത് അധ്വാനിച്ച് വരുമ്പോൾ വൈകിട്ടൊന്ന് എന്റർടൈൻ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൽ നെഗറ്റീവുകൾ അടങ്ങിയിരിക്കുകയാണ്. ഈ കുഞ്ഞു കുട്ടികളുടെ മനസ്സിലേക്ക് അത് കുത്തിവെക്കുകയാണ്. അതല്ല വേണ്ടത്. നമ്മുടെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ അധ്യാപനം നടത്തുന്ന സാറുമാരുമൊക്കെ ഇവർക്ക് പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ചെറുപ്പം മുതലേ നൽകി അവരെ ഇതിനോടൊരു അവേഷൻ ഉണ്ടാക്കുന്ന രീതിയിലോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മദ്യാസക്തി മയക്കുമരുന്നിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഇടുക്കിയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എന്താണ് ഓർക്കുന്നത്? ഇടുക്കി ഗോൾഡിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ യഥാർത്ഥമായിട്ടുള്ള തോട്ടുകൾ ഇരിക്കുന്നത് ഇടുക്കിയിലെ കഞ്ചാവ് കൃഷിയും ഒക്കെയാണ്. ഇപ്പം ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്, നമ്മുടെ ഇടുക്കിയിൽ ഒരു 10-25 വർഷം മുമ്പ് ഒരു ടോമിച്ചൻ വന്നിരുന്നു. ചടുലമായ നീക്കങ്ങളിലൂടെ ഒരു പടയോട്ടം തന്നെ ഈ കഞ്ചാവ് മാഫിയക്കെതിരെ നടത്തുകയും വെള്ളത്തൂവൽ, രാജാക്കാട്, രാജകുമാരി തുടങ്ങിയ സ്ഥലങ്ങളിൽ വളരെ ഫിസിക്കലി ബുദ്ധിമുട്ടി അവിടെ പല നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഈ ഞാൻ പറഞ്ഞ മാഫിയ എന്നുള്ള വേർഡ് ഉപയോഗിച്ച് തന്നെ അവർ പറയുകയാണ്, അവരെ എതിർക്കുകയും ഈ ആളെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താൻ വേണ്ടി പല നീക്കങ്ങൾ നടത്തുകയും വെൽഗേറ്റ് പോലെയുള്ള സീഡികൾ നമുക്ക് ലഭിക്കുകയും ചെയ്ത കഥകളൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാവുന്നതാണ്. ഇടുക്കി എന്ന് പറയുമ്പോൾ നമ്മൾ വട്ടവടയ്ക്ക് പോകുന്നുണ്ട്. വട്ടവട എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്? അവിടെയുള്ള സ്റ്റെപ്പ് ഫാമിംഗ് അല്ല, ാനുള്ള അസുഖങ്ങളിലേക്കും ഡ്രഗുകൾ കരസ്ഥമാക്കാനുള്ള അക്രമങ്ങളിലേക്കും ഇത് നീങ്ങുന്ന സമൂഹത്തിനൊരു വിപത്തായി തന്നെ മാറുകയാണ്. അതൊക്കെ തടയേണ്ടത് സമൂഹത്തിൻ്റെയും നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ, സ്കൂൾ ക്യാമ്പസുകളിൽ മയക്കുമരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏജൻസികൾ എത്തുന്നുണ്ട്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഇതുപോലെയുള്ള ഡിസ്ട്രിബ്യൂഷൻ നടക്കാവുന്ന ബ്ലാക്ക് സ്പോട്ടുകളിൽ കൂടുതൽ നിരീക്ഷണം നടത്തണമെന്ന് പറഞ്ഞ് സർക്കുലർ ഈയിടെ ഇറക്കിയിട്ടുള്ളതാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിലാണെങ്കിൽ അതുപോലെയുള്ള സ്പോട്ടുകൾ നമ്മൾ ഔട്ട്ഡോർ ക്യാമറകൾ വെച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവഴി ഇങ്ങനെയുള്ള കുൽസിത പ്രവർത്തനം കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുകയുണ്ടായി, രാത്രി 2:30 മണിക്ക് ചെറുതോണി ബ്രിഡ്ജിൽ 2:45 സമയത്ത് 3-4 കുട്ടികൾ നിൽക്കുകയും അവരോട് എന്താ ഇവിടെ നിൽക്കുക എന്ന് ചോദിച്ചപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞ സ്ഥിതി ഇതാണ്, ഞങ്ങൾ ഇന്ത്യൻ സിറ്റിസൺസ് അല്ലേ, ഞങ്ങൾക്ക് രാത്രി 2:30 അവിടെ നിന്നുകൂടെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകാതെ മയക്കുമരുന്ന് സമൂഹത്തിൻ്റെയും ഓരോരുത്തരുടെയും ജീവനും സ്വത്തിനും ഭീഷണിയാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന്
അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നല്ല പ്രോഗ്രാമിന് നല്ല ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി സുരേഷ് വി എസ് സാറ്. ഇടുക്കി ഐ പി സോൾജിമോൻ സാറ്. ബഹുമാനപ്പെട്ട ഇടുക്കി ഐ പി സോൾജിമോൻ സാറ്. DSQയിലെ ജമാൽ സാറ്, ഗോപാലകൃഷ്ണൻ സാറ്, വിനോദ് സാറ്, ഗോപാലകൃഷ്ണൻ സാറ്, ബഹുമാനപ്പെട്ട സന്തോഷ് സജീവ് സാറ്, KPOയുടെ ജില്ലാ പ്രസിഡന്റ്. DSQ AIC സുരേഷ് സാറ്. അടുത്തായിട്ട് ഇവിടുന്ന് സന്തോഷ് KM സാറ്, മുരിക്കാശ്ശേരി IP സന്തോഷ് KM സാറ്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ 2 പേര് പറഞ്ഞായിരുന്നു, വന്ന ആൾക്കാരെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ 2 പേര് വന്നത്. ഓടി പെട്ടെന്ന്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് മെഡൽ വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രീദേവി സാറ്. വളരെ മനോഹരമായ ഒരു സായാഹ്നം, ഇത്തരത്തില് വലിയൊരു സന്ദേശം ജില്ലയിലുടനീളം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ വകയായുള്ള ഉപഹാരം നൽകി അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി ഇമ്മാനുവൽ പോൾ സാർ സ്വീകരിക്കുന്നു. ഇമ്മാനുവൽ സാർ സാറിനാണ്. എല്ലാവരും ഒരു നല്ല കൈയടി കൊടുക്കുക. ഒരു നല്ല പരിപാടിയായിരുന്നു, വൻ വിജയമായിരുന്നു, സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. ഈ പരിപാടിയുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിയ ഇമ്മാനുവൽ പോൾ സാറിന് ഏറെ ആദരവോടെ ഇടുക്കി ജില്ലാ പോലീസ് സർവീസിന് നൽകുന്ന ഉപഹാരം നൽകുന്നു. നമ്മുടെ ഓഡിയൻസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളെല്ലാവരും കുറച്ചുകൂടി സ്റ്റേജിന്റെ സമയത്തേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓഡിയൻസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എല്ലാവരും കുറച്ചുകൂടി സ്റ്റേജിന്റെ സമയത്തേക്ക് അടുത്തു നിൽക്കാൻ. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, വിവിധ സ്കൂളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, മറ്റ് പോലീസ് ഓഫീസേഴ്സ്, പ്രിയ നാട്ടുകാരെ, പോലീസ് ഓഫീസേഴ്സിന്റെ നേതൃത്വത്തിൽ വളരെ നല്ലൊരു സന്ദേശം നൽകിക്കൊണ്ട് 3 ദിവസത്തെ ബൈക്ക് റാലിയുടെ സമാപന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ സമയത്ത് ഇതിനുവേണ്ടി ചുക്കാൻ പിടിച്ച എല്ലാവർക്കും, പോലീസ് ഓഫീസിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ ആശംസകളും ആദ്യം തന്നെ നേരുകയാണ്. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഈ പ്രോഗ്രാം ഇവിടെയും കൊണ്ട് അവസാനിക്കേണ്ടതല്ല. ഈ പ്രോഗ്രാമിന്റെ ഫലം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഫലം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവിധ എല്ലാവിധ ആശംസകളും നേർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. താങ്ക് യു. ഏറ്റവും ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു KMIPS അവർ, അതുപോലെ വേദിയിലുള്ള നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ DSP ബിജു, മറ്റ് പ്രിയപ്പെട്ട DYSPമാരെ, അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകർ, KPAയുടെയും KPAയുടെയും പ്രതിനിധികൾ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് പോലീസ് സേനാംഗങ്ങൾ, SPC സ്റ്റുഡൻസ്, നല്ലവരായ നാട്ടുകാരെ, അതുപോലെ മെഡിക്കൽ സ്റ്റുഡൻസ്,
വേദിയിലുള്ള മറ്റ് നമ്മുടെ ഫാദറടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ, ഞാൻ ഈ സമയത്ത് കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം, വളരെ വൈകി ഇവിടെ വന്നിട്ടുള്ള ആളുകൾ തന്നെ, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ വളരെ ടയേർഡാണ് എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം എടുത്തു പറയാതെ പോയാൽ അത് വളരെ ഒരു അനൗചിത്യമാകും എന്നതുകൊണ്ട് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ വളരെ ഒരു കാഷ്വലായിട്ട് സംസാരിച്ച ഒരു ഘടകമാണ് ഇത്. വെറുതെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ നമ്മുടെ എസ് പി സാറിനോട് ഇങ്ങനെ ഒരു സൂചന പറഞ്ഞു, നമ്മൾ ബൈക്ക് റാലി ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്, അങ്ങനെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സന്ദേശമാകും എന്നൊരു സൂചന നൽകിയ ആ ഒരു സൂചനയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അദ്ദേഹം ഇതിനെ ഇത്ര വലിയ ഒരു പ്രോഗ്രാമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് അതിനുള്ള ഒരു പ്രേരക ശക്തിയായത്. തീർച്ചയായിട്ടും ഒരു വലിയ കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും അദ്ദേഹത്തിന് ഒരു വലിയ കയ്യടി ആ കാര്യത്തിൽ കൊടുക്കണം. അതിലുപരി എനിക്ക് എടുത്തു പറയാനുള്ള വേറൊരു കാര്യം DCRB DYSP ബിജുവിനെ കുറിച്ചാണ്. ഇതിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എത്ര മീറ്റിംഗ് നടത്തിയെന്ന് ചോദിച്ചാൽ 3-4 മീറ്റിംഗ് നടത്തി. അതുപോലെ തന്നെ എത്ര കാര്യക്ഷമമായിട്ടാണ് ഇതിനു വേണ്ടി അദ്ദേഹം ഉത്സാഹിച്ചത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ട കാര്യങ്ങളാണ്. അത് എത്ര നന്നായിട്ട് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ 3 ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഈ പ്രോഗ്രാം സോഷ്യൽ മീഡിയയിലൊക്കെ എന്തുമാത്രം കവറേജ് കിട്ടി. അതുപോലെ തന്നെ ഒത്തിരി ആളുകളിൽ ലഹരിയുടെ സന്ദേശം എത്തിക്കുവാൻ സാധിച്ച നമ്മുടെ ജില്ലയിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളെക്കാളും ഉപരിയായിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അതിൽ ഉത്സാഹിച്ച ഇവിടെ നിന്നുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. DCRB ഉദ്യോഗസ്ഥരുണ്ട്, സനലുണ്ട്, അതുപോലെ റസാഖിനില്ല, റസാഖ് വേറെ ഒരു ഡ്യൂട്ടിയുമായിട്ട് പോയി. അതുപോലെ ഇവിടെ AG അരവിന്ദ് തുടങ്ങി SPCയുടെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത സുരേഷ് തിരുവനന്തപുരത്ത് വേറെ SPCയുടെ ക്വിസ് കോമ്പറ്റീഷനായിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ DYSP ഓഫീസിലുള്ള ആളുകൾ തുടങ്ങി എല്ലാ DYSPമാരുടെയും ഓഫീസിലും അവരുടെ സബ് ഡിവിഷനിലുള്ള ആളുകൾ, വിവിധ സാമുദായിക സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ, സ്കൂളുകളുടെയും അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങളുടെ പ്രതിനിധികൾ, ഇവരെല്ലാം ഇത്ര മനോഹരമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് സംഘാടക സമിതിയുടെ ഒരു വലിയ അധ്വാനത്തിൻ്റെ ഫലമാണ്. ആ അധ്വാനത്തിനും നമ്മൾ ഇതുപോലെ തന്നെ ഈ വേദിയിൽ ഒരു വലിയ കയ്യടി നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഏതായാലും നമ്മളുടെ ഒരു ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരും പ്രശസ്തിയും ഒക്കെ നിലനിൽക്കുന്നത് അവരുടെ വർക്കുകളോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ്. അതിൽ ഏറ്റവും ജനങ്ങൾ ആഗ്രഹിക്കുന്ന, സമൂഹം ആഗ്രഹിക്കുന്ന, ഇപ്പോൾ നമ്മളുടെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചു. അത് 100% ഉപരിയായിട്ട് നമ്മൾക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. അത് നമ്മുടെ ജില്ലാ പോലീസ് വളരെ അഭിമാനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും ആ കാര്യത്തിൽ അഭിമാനിക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമ്മുടെ ഏറ്റവും വലിയ സങ്കീർണമായ നമ്മളുടെ ഒരു ഘടകം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും മനസ്സാണ്. ആ മനസ്സിനെ എവിടെയെങ്കിലും പതറിച്ചകൾ അല്ലെങ്കിൽ തെറ്റായ ചിന്തകൾ വരുമ്പോഴാണ് നമ്മളിങ്ങനെയുള്ള ലഹരിയുടെയും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ നമ്മൾ തിരിഞ്ഞു പോകുന്നത്. അങ്ങനെ തിരിഞ്ഞു പോകുന്നതിൽ ഏറ്റവും നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളുടെ യുവതലമുറയാണ്. അങ്ങനെ തിരിഞ്ഞു പോകുന്ന ആ തലമുറയുടെ നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ, നിരന്തരമായിട്ടുള്ള നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ, നമ്മളുടെ അധ്വാനത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് അവരുടെ മനസ്സിനെ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റിയാൽ, അവരിലൊരു തിരുത്തൽ വരുത്താൻ പറ്റിയാൽ, അവരൊന്ന് ചേഞ്ച് ചെയ്ത് നമ്മളുടെ ഭാഗമായാൽ അത് വലിയ ഒരു നേട്ടമാണ്. അതിനകത്ത് സമൂഹത്തിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ ഈ പറയുന്ന ഡ്രഗ്സിൻ്റെയും മറ്റും സ്വാധീനത്തിൽപ്പെട്ടു പോകുന്നുള്ളൂ. അവരെ തിരുത്താൻ നമ്മൾ വലിയൊരു ആളുകൾ തന്നെയുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ അധ്വാനം എന്ന് പറയുന്നത് എല്ലാവരെയും ഒന്നിച്ചു തിരുത്തുക എന്നുള്ളതല്ല. നമ്മളുടെ ഈ ശ്രമം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് ഈ തെറ്റായ വഴിയിലൂടെ പോകുന്ന ആളുകളുടെ മനസ്സിനെ നല്ല വഴിയിലേക്ക് തിരുത്താനുള്ള ഒരു ചെറിയ സ്പാർക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുക, അത് വലിയൊരു കാര്യമാണ്. ഈ സന്ദേശയാത്ര തീർച്ചയായിട്ടും 100 കണക്കിന് ആളുകൾക്ക് അങ്ങനെ ഒരു സ്പാർക്ക് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇതിനകത്ത് പങ്കെടുത്തതും അതുപോലെ തന്നെ ഇത് സംഘാടകരായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിന് ഒരു പ്രചോദകമായ ഊർജ്ജം നൽകിയ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിനും എല്ലാവിധ നന്ദിയും കടപ്പാടും ആശംസയും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആശംസകളും നല്ലൊരു ഭാവിയും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. വളരെ ബഹുമാന്യനും ആദരണീയനുമായ നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ശ്രീ KM സാബു മാത്യു IPS അവர்கள், നമ്മുടെ ബഹുമാനായ അഡീഷണൽ SP ശ്രീ മാനുവൽ പോൾ, എൻ്റെ സഹപ്രവർത്തകരായ നിഷാദ് മോൻ, യൂനിസ്, മാത്യു ജോർജ്, അതുപോലെ ജോയൽ മാത്യു, നമ്മുടെ ഇടുക്കി സബ് ഡിവിഷൻ ഓഫീസർ രാജൻ K. രമന,
എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാർ, നേരത്തെ അഡീഷണൽ എസ് പി അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ഈ ഒരു ആശയം ഉരുത്തിരിഞ്ഞത്, ഇതെങ്ങനെ ഡെവലപ്പായി എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. ഒരു ദിവസം ഒരു കാഷ്വൽ ചർച്ചയിലാണ് നമ്മുടെ ജില്ലാ പോലീസ് മേധാവി അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ ഇലക്ഷനൊക്കെ വരെയല്ലേ, ജില്ല മൊത്തം നമുക്ക് പോലീസിൻ്റെ ഒരു പ്രസൻസ് അറിയിക്കണ്ടേ, അതിനുവേണ്ടി നമുക്കൊരു ഈ മയക്കുമരുന്നിനെതിരായിട്ടൊരു ബോധവൽക്കരണ ഒരു ക്യാമ്പയിൻ നടത്തിയാൽ എങ്ങനെ ഇരിക്കും, ഒന്ന് ആലോചിച്ചൂടെ എന്ന് പറഞ്ഞു. അതെന്തോ അത് ആ സമയത്ത് ഒരു നിമിത്തം പോലെ ഇരിക്കുകയായിരുന്നു. അത് പറയേണ്ട താമസം തന്നെ അത് നമ്മളെല്ലാവരും കൂടി ഏറ്റെടുക്കുകയും അത് പ്ലാൻ ചെയ്യുകയും അത് വളരെ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ആവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം തന്ന ആ സ്വാതന്ത്ര്യവും അദ്ദേഹം തന്ന നിർദ്ദേശവും കണക്കിലെടുത്ത് പല മീറ്റിങ്ങുകൾ കൂടി അഡീഷണൽ എസ് പി അദ്ദേഹത്തിനെ പ്രിസൈഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ മീറ്റിങ്ങുകൾ നടത്തി, പ്ലാനുകൾ ഉണ്ടാക്കി. ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അത് തുടക്കം മുതൽ അവസാനം വരെ വെൽ ഡ്രാഫ്റ്റഡ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ നമുക്കൊരു എ പ്ലാനിൽ നിന്നും ബി പ്ലാനിലോട്ട് മാറേണ്ട ഒരു ആവശ്യം വന്നില്ല. പ്ലാൻ എയിൽ തന്നെ നടന്നു. എല്ലാ കാര്യങ്ങളും കൃത്യത ഉണ്ടായിരുന്നു. നമുക്ക് കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു, ടൈം കീപ്പേഴ്സ് ഉണ്ടായിരുന്നു, ഇതിനെല്ലാം നിയന്ത്രിക്കാനുള്ള ആൾക്കാരും. പിന്നെ മാത്രമല്ല എല്ലാവർക്കും നിർദ്ദേശങ്ങൾ തരാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. എല്ലാവരുടെ നിർദ്ദേശങ്ങളും നമ്മൾ കണക്കിലെടുത്തു. ആ നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് മുതൽക്കൂട്ടാവുകയാണ് ഉണ്ടായത്. അതാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. പിന്നെ സാർ പറഞ്ഞ പോലെ നമുക്ക് ഈ സന്ദേശം സമൂഹത്തിൽ പെനിട്രേറ്റ് ചെയ്യാൻ വളരെ ഭംഗിയായിട്ട് സാധിച്ചു. അത് കാരണം നമ്മൾ പോയ ഓരോ ജംഗ്ഷനിലും പൊതുജനങ്ങളുടെ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ അവർ തന്ന സ്വീകാര്യത എന്ന് പറയുന്നത് നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അത്രമാത്രം സ്വീകാര്യതയാണ് നമുക്ക് ലഭിച്ചത്. സാധാരണ ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കിട്ടുന്നത് പോലെയുള്ള മാലയണിയിലും ഷോളണിയിലും കൊണ്ട് വീർപ്പ് മുട്ടിച്ചു ജനങ്ങൾ നമ്മളെ സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയായിരുന്നു. അത് കൂടുതൽ എനർജറ്റിക്കായിട്ട് അടുത്തടുത്ത സ്ഥലങ്ങളിൽ പോകാനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2 സബ് കളക്ടർമാർ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്നിപ്പോൾ ഇവിടുത്തെ സബ് കളക്ടറും ഇടുക്കി സബ് കളക്ടറും, മൂന്നാർ ദേവികുളം സബ് കളക്ടർ ശ്രീമതി ആര്യ IAS മാഡവും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ നമ്മുടെ പോലീസ് സൈന്യം ഒന്നടങ്കം ഒരാൾ പോലും ഇതിന് മുഖം തിരിഞ്ഞ് നിൽക്കാതെ സകലരും ഇതിനെ പിന്തുണച്ചുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എല്ലാ സബ് ഡിവിഷൻ ഓഫീസർമാരും അവരവരുടെ സബ് ഡിവിഷനിൽ വേണ്ട എല്ലാ മുൻകരുതലും നമുക്ക് ഭക്ഷണം, കുടിവെള്ളം, സ്നാക്സ്, അതുപോലെ അക്കോമഡേഷൻ, എല്ലാ കാര്യങ്ങളും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ജില്ലയിലുടനീളം ഒരിടത്ത് പോലും ഉണ്ടായിട്ടില്ല. അത്രമാത്രം സൗകര്യങ്ങളാണ് എല്ലാ സബ് ഡിവിഷൻ ഓഫീസർമാർ ചെയ്തത്. അതുപോലെ തന്നെ SHOമാരും അതുപോലെ അവർക്കൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ എല്ലായിടത്തും അത് ട്രാഫിക് നിയന്ത്രിക്കുന്ന കാര്യം മുതൽ ഇതിൻ്റെ സമ്മേളന സ്ഥലം വരെ സകല സ്ഥലങ്ങളും, പിന്നെ ഈ പറയുന്ന അണക്കര, മൂന്നാർ, അടിമാലി, പിന്നെ കട്ടപ്പന, അതൊക്കെ എടുത്തു പറയേണ്ട സ്ഥലങ്ങളാണ്. അത്രമാത്രം ഗംഭീരമായ പരിപാടിയായിരുന്നു. കൂടാതെ ജനങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്നതിൽ എന്നെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, തോട്ടുപാറ അല്ലേ, പാറത്തോടെന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ ഹെഡ് ലോഡ് സഹോദരന്മാർ 2 കുല പഴവുമായിട്ട് നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയും. അവർ നമുക്ക് 2 കുല പഴം തന്നാണ് നമ്മളെ സ്വീകരിച്ചത്. അത്രമാത്രം ഒരു പൊതുജന പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആ പങ്കാളിത്തത്തിൽ നിന്ന് നമുക്ക് തോന്നിയത് അവർ മനസ്സുകൊണ്ട് ഏറെ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇത്. കാരണം അത്രമാത്രം വെറുക്കുന്ന തരത്തിലുള്ള ഈ മയക്കുമരുന്നിൻ്റെ ഈ ബാഹുല്യം, അതിൻ്റെ വ്യാപനം, അത് ഏത് രീതിയിലും തടഞ്ഞേ പറ്റൂ എന്ന് ഓരോ ജനവും ഓരോ പൗരനും ഇവിടെ ഈ ജില്ലയിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവർ നമുക്ക് ഈ സ്ഥലങ്ങളിലെല്ലാം തന്ന പങ്കാളിത്തം, നമ്മുടെ സ്വീകരണം. വളരെയധികം അങ്ങേയറ്റം ഒരു ഡ്യൂട്ടി എന്നുള്ളതിനേക്കാളുപരി ഒരു സർവീസ് ജനങ്ങൾക്ക് ചെയ്തതുപോലെയാണ് എനിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും തോന്നിയത്. പിന്നെ എടുത്തു പറയേണ്ടത്, തുടക്കം മുതൽ അവസാനം വരെ 100% പക്ക ഡിസിപ്ലിൻഡായിരുന്നു. സകല പക്ക ഡിസിപ്ലിൻഡായിരുന്നു. ഒരൊറ്റ മനുഷ്യനെ എനിക്ക് ഷൗട്ട് ചെയ്യേണ്ടതായിട്ട് ഒരു മോശമായിട്ടൊന്നും സംസാരിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. വളരെ പക്ക ഡിസിപ്ലിൻ. ഇത്രയും ഡിസിപ്ലിൻഡ് ആണോ എന്നെനിക്ക് അതിശയം തോന്നുന്ന തരത്തിലുള്ള ഡിസിപ്ലിനായിരുന്നു ഈ ഉടനീളം, തുടക്കം മുതൽ അവസാനം വരെ. അത് അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ആ രീതിയിലുള്ളൊരു അച്ചടക്കം ഇതിലുടനീളം അവർ പുലർത്തി.
ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ബഹുമാന്യനായ ജില്ലാ പോലീസ് മേധാവിക്ക് ഇടുക്കി ജില്ലയിൽ എന്ത് പ്രോജക്റ്റ് വേണമെങ്കിലും പോലീസിൻ്റേതായിട്ടുള്ള എന്ത് പ്രോജക്റ്റ് വേണമെങ്കിലും നടത്തത്തക്ക വിധത്തിലുള്ള ഒരു ടീമാണ് ഇവിടെ ഉള്ളത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങേക്ക് ഏത് നിർദ്ദേശവും പോലീസിൻ്റേതായിട്ടുള്ള ഏത് നിർദ്ദേശവും ഞങ്ങൾക്ക് തരാം. ഞങ്ങൾ അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അത് ചെയ്യും. അത് ചെയ്യാനുള്ള പോലീസ് സേനാംഗങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് ഉറപ്പ് നൽകുന്നു. മറ്റൊന്നും പറയാനില്ല. എല്ലാവർക്കും ഈ പരിപാടി വിജയമാക്കിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിന് അങ്ങേയറ്റം കടപ്പാടും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു. പ്രിയങ്കനായ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ കരിയുമാർ PS സാർ അവർ ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു ഫോട്ടോ സെഷന് വേണ്ടി അവരോടൊന്ന് സഹകരിക്കാം. നോക്കിയേ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട അഡീഷണൽ SP ഇടുക്കി ഇമ്മാനുവൽ പോൾ സാർ, ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ ഇടുക്കി ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ സാബു മാത്യു സാർ, സമാദരണീയരായ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ, ഇവിടെ ലഹരി വിരുദ്ധ സന്ദേശം നൽകിയ ശ്രീ അനൂപ് ഗാർഗ് AS അവർ തുടങ്ങിയവർക്ക് നമസ്കാരം. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നാട് നന്നാവുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ഒരു മാർഗം എന്ന് പറയുന്നത് ശരിയായി ചിന്തിക്കുകയും നന്മ ലക്ഷ്യം വച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മ ഉണ്ടാകുമ്പോഴാണ്. പലപ്പോഴും നല്ലതല്ലാത്ത ഉദ്ദേശങ്ങളുള്ള ആൾക്കാർക്ക് അവരുടേതായ ഒരു കൂട്ടായ്മ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കും കൂട്ടായ്മയൊക്കെ പ്രവർത്തിക്കും. എന്നാൽ നല്ല ആളുകൾക്ക് പലപ്പോഴും ഒരു കൂട്ടായ്മ ഉണ്ടാകാറില്ല. അപ്പോൾ നാട് നന്നാകുന്നത് അപ്പോൾ ഈ നല്ല മോശപ്പെട്ട ആൾക്കാരുടെ കൂട്ടായ്മയ്ക്ക് ബദൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല ആൾക്കാരുടെ കൂട്ടായ്മ തന്നെയാണ്. അപ്പോൾ നല്ല ലക്ഷ്യങ്ങൾ മുൻനിർത്തി നേരായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മ, അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും ആ കൂട്ടായ്മ വളരുകയും ചെയ്യുന്നതോടൊപ്പം അങ്ങനെയാണ് നാട് നന്നാവുന്ന ഒരു മാർഗം. അങ്ങനെ ഒരു കൂട്ടായ്മ വളരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് പിന്നെ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ നന്നാവുക, അല്ലെങ്കിൽ തേഞ്ഞു തീരുക. കാരണം നേരായ വഴിക്ക് ചിന്തിക്കുകയും നന്മ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാർ പൊതുവെ അവർ ഒറ്റയ്ക്കൊക്കെ സ്വന്തം കാര്യങ്ങൾ നോക്കി നടക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ കൂട്ടായ്മ ഒരു 30% ആയാൽ തന്നെ ഈ മോശപ്പെട്ട നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് ഈ രണ്ട് വഴികളെ പിന്നെ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ്. നമ്മുടെ വിചാരങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ അവിടെ തന്നെയാണ് തുടക്കം എല്ലാത്തിൻ്റെയും. അവിടെയാണ് നമ്മൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത്. അവിടെയാണ് ശരിക്കും അച്ചടക്കം വേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നല്ല ഒരു കൂട്ടായ്മ ഉണ്ടാക്കുവാനും അത് വളർത്തുവാനും നല്ല സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനും കേരള പോലീസ് ഇടുക്കി ജില്ലാ ഘടകത്തിൻ്റെ
വശത്തു നിന്നുണ്ടായ ആ മഹനീയ ഉദ്യമത്തിന് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഇത്തരം ഭാവി ദൗത്യങ്ങൾക്കും എല്ലാ ആശംസകളും, എല്ലാ മംഗളങ്ങളും, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചതിന് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ശ്രീജിത്തിനെ ഇതിന്റെ ആദരവുകൾ ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യനായ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു സാർ, പ്രിയങ്കരനായ അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി ഇമ്മാനുവൽ പോൾ സാർ, ഈ യാത്രയിലുടനീളം ഈ സന്ദേശ റാലിയോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട DCRB DYSP ബിജു സാർ, വേദിയിലിരിക്കുന്ന മറ്റ് DYSPമാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, വളരെ അഭിമാനത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ഈ ജില്ലയിൽ ചാർജ് എടുത്തതിന് ശേഷം 2 ദൗത്യങ്ങളാണ് പോലീസ് സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിൽ എന്നെയും മറ്റ് എൻ്റെ സഹപ്രവർത്തകരെയൊക്കെ ഏൽപ്പിച്ചത്. എണ്ണയിട്ട യന്ത്രം പോലെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ജില്ലാ പോലീസിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ പോലീസ് സംഘടനകളുടെ ഭാരവാഹികൾ ശ്രമിച്ചു. അതിൻ്റെ വിജയം വരിച്ച ഒരു സന്തോഷ നിമിഷത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഒന്ന്, നമ്മുടെ ഒരു സ്പോർട്സ് മീറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ജില്ലയിലെ പോലീസുകാരുടെ ഒരു ഉത്സവമായിട്ട് സ്പോർട്സ് മീറ്റ് നമുക്ക് നടത്താൻ സാധിച്ചു. വളരെ സന്തോഷകരമായി ഒരു സായാഹ്നത്തിലാണ് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞത്. ഇന്ന് ഇവിടെ നമ്മൾ നിൽക്കുന്നത് വലിയ ഒരു സന്ദേശം ജില്ലയിൽ ഉടനീളം എല്ലാ ഗ്രാമങ്ങളിലും സന്ദേശം നൽകിയിട്ടാണ് ജില്ലയിലെ പോലീസ് അഭിമാനത്തോടെ ഇവിടെ നിൽക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതിലും ആ റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതിലും ഏറ്റവും അഭിമാനത്തോടെ ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മറ്റൊരു കാര്യം, അദ്ദേഹം ജില്ലാ പോലീസ് മേധാവി ഇത്തരത്തിലൊരു സന്ദേശം നൽകണമെന്ന് നിർദ്ദേശം നൽകിയപ്പോൾ ഈ ജില്ലയിലെ മുഴുവൻ പോലീസുകാരും ഒരു മുത്തുമാലയിലെ മണി പോലെ അണിനിരന്ന് ഡിവൈഎസ്പിമാരടക്കം, അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി അടക്കം, DCRB DYSP അടക്കം, DCRB DYSPയുടെ സ്റ്റാഫ് അടക്കം ഉള്ള ആളുകൾ വളരെ ഒത്തൊരുമയോടെ, യാതൊരുവിധ അലോസരവുമില്ലാതെ, യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ വളരെ ഭംഗിയായിട്ടാണ് ഈ യാത്ര ഇവിടെ സമാപിച്ചിരിക്കുന്നത്. ഒരു ബൈക്ക് ഒന്ന് പഞ്ചറാകുക പോലും ചെയ്തില്ല. അത്തരത്തില് ഈ ജില്ലയിലുടനീളം സഞ്ചരിച്ചാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നല്ല പാട്ടുകൾ എല്ലാം കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു പ്രസംഗം നടത്തി ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഈ സന്ദേശത്തിന്, ഇത്തരം ഒരു റാലിക്ക് നിർദ്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ആദ്യം ഞാൻ പോലീസ് സംഘടനകളുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ പിന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നിർദ്ദേശം തന്ന അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി ഇമ്മാനുവൽ പോൾ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. നമുക്കറിയാം, ഈ റാലിയെ കുറിച്ച് SP പറഞ്ഞ അന്ന് മുതൽ ഒന്നിരാടം ദിവസം നമുക്ക് സൂം മീറ്റിംഗ് വിളിക്കുമായിരുന്നു DCRB DYSP. അങ്ങനെ വിളിച്ച് അലർട്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ DYSPമാരും ഏകോപിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വിജയം നമുക്ക് വരിക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ട DCRB DYSP KR ബിജു സാറിനെ ഏറെ സ്നേഹത്തോടെ, ആദരവോടെ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. വേദിയിലുള്ള DYSP നിഷാദ് മോൻ സാർ, പിരിമേൽ DYSP വിശാൽ ജോൺസ് സാർ, എക്സൈസ് കമ്മീഷണർ അസിസ്റ്റന്റ് കമ്മീഷണർ ഹരി സാർ, രാജൻ കരമന സാർ, ജോയ് മാത്യു സാർ, എബി സാർ, സുരേഷ് സാർ, അങ്ങനെ മുഴുവൻ ആളുകൾക്കും, ഇവിടെ ഗാനം ആലോചിച്ച അദ്ദേഹത്തിന്റെ പേരറിയില്ല, ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, ഇവിടെ നിൽക്കുന്ന എന്നെ ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും, കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനീഷ് അടക്കം ഉള്ള മുഴുവൻ ആളുകൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ, പോലീസ് സംഘടനകളുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ജില്ലാ പോലീസിന്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളും. യോഗം സമാപിച്ചിരിക്കുന്നു.